2016 സെപ്റ്റംബറിൽ കാശ്മീരിലെ ആർമി ബേസായ ഉറി പാകിസ്ഥാൻ തീവ്രവാദികൾ ആക്രമിച്ചു. 19 ധീര സൈനികരെയാണ് നമുക്കൊന്ന് നഷ്ടമായത്. സൈനിക ക്യാമ്പ് ആക്രമിക്കപ്പെടുക എന്നത് ഭാരതത്തിന്റെ അഭിമാനത്തിനേറ്റ അടികൂടിയായിരുന്നു. സംഭവം നടന്ന 10ാമത്തെ ദിവസം നമ്മൾ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് അവരുടെ തീവ്രവാദി പരിശീലന ക്യാമ്പുകൾ ബോംബിട്ട് തകർത്തു കളഞ്ഞു. ചെറുതും വലുതുമായി 100-ലധികം തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത് എന്നാണ് അനൌദ്യോഗിക കണക്ക്. ധൈര്യമായി ഉറങ്ങിക്കൊള്ളൂ, ഞങ്ങൾ ഇവിടെ ഉണർന്നിരിപ്പുണ്ട് എന്ന് അവിടുത്തെ ജനങ്ങളോട് ട്വിറ്ററിലൂടെ പറഞ്ഞ പാകിസ്ഥാൻ പട്ടാളത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയും മുമ്പ് ഭാരതത്തിന്റെ മുഴുവൻ യുദ്ധവിമാനങ്ങളും ദൗത്യം പൂർത്തിയാക്കി സുരക്ഷിതമായി തിരിച്ചെത്തി, ഒരു തുള്ളി പോലും ചോര വീഴ്ത്താതെ. ആ സർജിക്കൽ സ്ട്രൈക്കിനെ മോദിജിയോടൊപ്പം നിയന്ത്രിച്ച മറ്റൊരു നേതാവാണ് മനോഹർ പാരിക്കർ. കഴിഞ്ഞ ദിവസം ഗോവയിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ പോയി പ്രണാമം അർപ്പിക്കാൻ അവസരം ലഭിച്ചു. 1978-ൽ IIT മുംബൈയിൽ നിന്നും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് തനിക്ക് ലഭിക്കുമായിരുന്ന വലിയ ജോലികളൊക്കെ വേണ്ടെന്ന് വെച്ച് സമൂഹത്തിന് വേണ്ടി ജീവിച്ചു മരിച്ച മഹാത്മാവ്, സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രി, തനതു സംസ്കാരം തിരിച്ചു കൊണ്ടുവന്ന് ഗോവയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയ ദീർഘദർശി, ലോകം അറിയപ്പെട്ട പ്രതിരോധ മന്ത്രി. നിങ്ങൾ ഗോവയിൽ ടൂറിന് പോകുമ്പോൾ ഒരു സാമൂഹിക പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്ന് ജീവിച്ചു കാണിച്ചു തന്ന മനോഹർ ഗോപാലകൃഷ്ണ പ്രഭു പരീക്കർ എന്ന ഈ രാഷ്ട്ര നേതാവിന്റെ സ്മൃതി മണ്ഡപം കൂടി സന്ദർശിക്കണം. ഗോവയിലെ മിരാമർ ബീച്ചിൽ യശശരീരനായി അദ്ദേഹം ഇപ്പോഴും ചിരിച്ചുകൊണ്ടവിടെ നിൽപ്പുണ്ട്. പോയി നമസ്കാരം പറഞ്ഞാലും